ഹായ് ദോസ്തോ, നമസ്കാർ. ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിൻ്റെ 30ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ अस्कर हिंदी प्लस लैंग्वेज एकेडमी कोर्स कोऑर्डिनेटर. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखने वाले हैं हम और वे से बनने वाले फ्यूचर टेंस सेंटेंसेस. ഹായ് ദോസ്തോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ സിംഗുലർ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഞാൻ അവൻ അവൾ ഈ ഒരു ആശയമാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ പ്ലൂരലാണ് ഞങ്ങൾ അവർ ഞങ്ങൾ ചെയ്യും അവർ വരും ഈ ഒരു ആശയമാണ് ഇന്ന് നമ്മൾ അതിൻ്റെ പ്ലൂരലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാർക്കും ഹിന്ദി മനസ്സിലാകുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമ്മൾ ഈ എപ്പിസോഡിലൊക്കെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ കൂടെ തന്നെ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ട്, കാരണം നമ്മൾ ആ ഒരു സമയം കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട് കൂടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള. അപ്പോൾ അതുകൂടി നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഹിന്ദി എന്നുള്ള ഏതൊരു ലാംഗ്വേജും നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഹിന്ദി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എപ്പിസോഡ്സ് എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം അവർ നാളെ വരും. वे कल आएंगे. वे कल आएंगे. ഓക്കെ, ഞങ്ങൾ നാളെ വരും. हम कल आएंगे. हम कल आएंगे. ഹം കൽ आएंगे. ആയെങ്കിൽ. ഓക്കെ, ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ മേം വരുമ്പോഴാണ് ആവുങ്ക, ഫീമെയിൽ ആങ് ആവുങ്കി. അവർ എന്ന് പറയുമ്പോൾ ആയെങ്കെ ജായെങ്കെ ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ സിംഗുലറും പ്ലൂരലും പറയുന്ന സമയത്ത് ഈ ഒരു ഡിഫറൻ്റാണ് വരുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം മേം വരുമ്പോഴാണ് ഈ ഊങ്ക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പല ആളുകൾക്കും കൺഫ്യൂഷൻ വരും. ഇപ്പോൾ എന്താ അവിടെ ആവുങ്ക എന്ന് പറയുന്നത്, ആവുങ്കി എന്നൊക്കെ പറയുന്നത്, ആവുങ്കി ജാവുങ്കി സോയുങ്കി എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ നമ്മൾ സിംഗുലർ. ഇപ്പം നമ്മൾ മെയിൽ പറയുമ്പോഴാണ് ആവുങ്ക വരിക, ഫീമെയിൽ ആണെങ്കിൽ ആവുങ്കി വരും. അവർ ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആയെങ്കെ എന്നാണ് വരിക. ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാക്കുക. ഓക്കെ, അവൻ നാളെ ദുബായിലേക്ക് പോകും. वो कल दुबई जाएगा. वो कल दुबई जाएगा. ഓക്കെ, അവർ നാളെ ദുബായിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ वे कल दुबई जाएंगे. वे कल दुबई जाएंगे. ഓക്കെ, ഞങ്ങൾ നാളെ ദുബായിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ हम कल दुबई जाएंगे. हम कल दुबई जाएंगे. ഓക്കെ, അവൻ നാളെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. वो कल ये काम पूरा करेगा. वो कल ये काम पूरा करेगा. ഓക്കെ, അവർ നാളെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ वो कल ये काम पूरा करेंगे. वो कल ये काम पूरा करेंगे. ഞങ്ങൾ ഈ വർക്ക് നാളെ കംപ്ലീറ്റ് ചെയ്യും. हम कल ये काम पूरा करेंगे. हम कल ये काम पूरा करेंगे. ഓക്കെ, അവർ നാളെ മുംബൈയിൽ നിന്നും തിരിച്ചു വരും. वे कल मुंबई से वापस आएंगे. वे कल मुंबई से वापस आएंगे. ഞങ്ങൾ നാളെ മുംബൈയിൽ നിന്ന് തിരിച്ചു വരും എന്ന് പറയുമ്പോൾ हम कल मुंबई से वापस आएंगे. हम कल मुंबई से वापस आएंगे. വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരികെ വരും അല്ലെങ്കിൽ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ വാപ്പസ് ആന എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക, വാപ്പസ് ജാന മടങ്ങി പോവുക, വാപ്പസ് ദേന തിരിച്ചു നൽകുക, ഇങ്ങനെയൊക്കെയാണ് വാപ്പസ് റിട്ടേൺ മടക്കം എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഞങ്ങൾ നാളെ മൂവി കാണും. हम कल मूवी देखेंगे. हम कल मूवी देखेंगे. ഓക്കെ, അവർ നാളെ മൂവി കാണും എന്ന് പറയുമ്പോഴും वे कल मूवी देखेंगे. वे कल मूवी देखेंगे. ഓക്കെ, ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കും. हम कल इस होटल से खाना खाएंगे. അല്ലെങ്കിൽ हम इस होटल से खाना खाएंगे. അവർ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകും. वे कल हॉस्पिटल जाएंगे. वे कल हॉस्पिटल जाएंगे. ഓക്കെ, ഞങ്ങൾ നാളെ ഫുട്ബോൾ കളിക്കും. हम कल फुटबॉल खेलेंगे. हम कल फुटबॉल खेलेंगे. ഓക്കെ, അവർ ഒരു ആഴ്ച ഇവിടെ താമസിക്കും. वे यहाँ एक हफ्ता रहेंगे. वे यहाँ एक हफ्ता रहेंगे. हफ्ता मीन्स വീക്ക് എന്നാണ്. വീക്ക് ആഴ്ച. रहेंगे. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഹന അല്ലെങ്കിൽ ബോൾന അല്ലെങ്കിൽ എല്ലാ വേർബ്സ് ഉണ്ടാവില്ലേ, രഹന, ആന, ജാന, ഈ വേർഡ്സ് ഒക്കെ പ്ലൂറലായി മാറുന്ന സമയത്ത് വേർബ്സ് ഒക്കെ പ്ലൂറൽ ആവുമ്പോൾ രഹേങ്കെ എന്നുള്ള രീതിയിലായി മാറും. അല്ലെങ്കിൽ ജായെങ്കെ, ആയെങ്കെ, ബോലെങ്കെ, കഹേങ്കെ എന്നുള്ള രീതിയിൽ ആയി മാറും. സോ ഇപ്പം നമ്മൾ ഫ്യൂച്ചർ ടെൻസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിപ്പിച്ചപ്പം മേ ബോലൂങ്കി, ബോൾന എന്നുള്ള വേർബ് എടുക്കുകയാണെങ്കിൽ മേ ബോലൂങ്കി, മെയിലാകുമ്പോൾ മേ ബോലൂങ്ക. ഇതന്നെ വേറൊരു ഫീമെയിൽ ആകുമ്പോൾ വോ ബോലേഗി. ആൻഡ് അവൻ പറയുന്നതാണെങ്കിൽ വോ ബോലേഗ എന്നായി മാറും.
ഇതിൻ്റെ പ്ലൂറലായി മാറുന്ന സമയത്ത് വോ ബോലേങ്കെ അല്ലെങ്കിൽ വേ ബോലേങ്കെ അല്ലെങ്കിൽ ഹം ബോലേങ്കെ എന്നായി മാറും. സോ ബോലുങ്കി, ബോലുങ്ക മേ വരുന്ന സമയത്ത്, ബോലേഗ, ബോലേഗി, അവൻ, അവൾ എന്ന ആശയം വരുന്ന സമയത്ത്, ആൻഡ് പ്ലൂറൽ ആകുമ്പോൾ ബോലേങ്കെ എന്നായി മാറും. സോ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ് ആ സെൻറ്റൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് വേർബിൻ്റെ പാറ്റേൺ മാറുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫ്യൂച്ചർ ടെൻസിലാണോ പറയണത്, പാസ്റ്റിലാണോ പ്രസൻറ്റിലാണോ എന്ന് പറയാൻ നിങ്ങൾ ആ വേർബിൻ്റെ പാറ്റേൺ നോക്കിയാൽ മതി. ഇപ്പം ബോൽന, ബോലേഗി, ബോലാ ഥാ എന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പാസ്റ്റായി മാറും. ബോലാ ഥാ എന്ന് വന്നു കഴിഞ്ഞാൽ പാസ്റ്റായി. ബോലുങ്കി എന്നായി മാറി അല്ലെങ്കിൽ ബോലേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസിലേക്കാണ് പറയണത്. ബോൾ റഹാ ഹേ അല്ലെങ്കിൽ ബോൾ റഹി ഹേ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പം നമ്മൾ ആ വേർബിൻ്റെ പാറ്റേൺ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുക ഇത് ഏത് ടെൻസിലാണ് സംസാരിക്കണത് തന്നെ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഡെയിലി ഹിന്ദി കേൾക്കണം. അപ്പം മൂവീസ്, സോങ്സിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇനി കേട്ടാൽ പോരാ, നിങ്ങൾ സംസാരിച്ച് അത് പ്രാക്ടീസ് ചെയ്യും വേണം. അപ്പോൾ അതിനാണ് നമ്മൾ ഹിന്ദി പ്ലസിൻ്റെ ഈ എപ്പിസോഡ്സ് ഡിസൈൻ ചെയ്തത്. യൂട്യൂബിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡ്സിൽ ഈസി ആയിട്ട് എല്ലാ ഡെയിലി ഒരു ക്യാപ്സൂൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി കഴിയും. അതായത് ഈസി ആയിട്ട് ഓരോ ടെൻസസ് എങ്ങനെയാണ് പറയേണ്ടത്, ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ട് ഓരോ എക്സാമ്പിൾ സെൻറ്റൻസസ് അത്രയും ക്രിസ്പാണ്, അത്രയും ഷോർട്ട് വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാനും മനസ്സിലാക്കാനും നമ്മൾ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും. സോ എപ്പിസോഡ്സിൻ്റെ ലിങ്ക്സ് നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണാം. നമ്മളെ കൂടെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നമ്മളെ കൂടെ തന്നെ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ക്ലിക്ക് ചെയ്ത് നമ്മൾ കൗൺസിലേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടി കഴിയും. സോ എപ്പിസോഡ്സ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സായിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. സോ ഇനി മിൽത്തെ ഹേ അഗ്ലേ വീഡിയോ में धन्यवाद. बाय बाय.